തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സുഗതന എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വാസതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറായിട്ടുള്ള സുഗതന്റെ സത്യപ്രതിജ്ഞ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണല്ലേ നടന്നത്? ഇന്ന് രാവിലെ 11 മണിക്ക് ഞാനൊന്ന് TV ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് സുഗതൻ ആരുടെ സൂപ്പർ സ്റ്റാറായി സുഗതൻ മാറിയോ അറിയാൻ പറ്റുന്ന ചോദിക്കുക. മലയാളത്തിലെ എല്ലാ പ്രമുഖ ചാനലുകളിലും സുഗതന്റെ സത്യപ്രതിജ്ഞയാണ് കാണാൻ സാധിച്ചതെന്ന് പറയുന്നത്. ഒരു കൗൺസിലറായിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ കേരളം അറിയപ്പെടുന്ന തരത്തിലുള്ള ഒരു കൗൺസിലറായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ലേ? സത്യം പറഞ്ഞാൽ ഇത് സംഘികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു വിജയവും അതോടൊപ്പം തന്നെ കമ്മികളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരം ഒരു തിരിച്ചടിയില്ല എന്ന് എടുത്തു പറയേണ്ടി വരും. എന്തൊക്കെയല്ലേ കാണുന്നത്? ഈ മാപ്പറകൾ തന്നെയാണ് സുഗതന് ഇത്രത്തോളം ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. മാപ്പറകൾ മാത്രമല്ല, ഈ പറയുന്ന കമ്മികളും ഒരറ്റത്ത് കൂടി നിന്ന് സുഗതന് ഇത്രത്തോളം ഒരു എന്താ പറയുക മൈലേജ് തള്ളി കയറ്റി കൊടുക്കുകയാണ്. എന്തായാലും അതൊക്കെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ നല്ല രീതിക്കുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ വഴിമാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. കാരണമെന്ന് പറയുന്നത് കമ്മികളും ചേർന്നുകൊണ്ട് BJP എന്ന് പറയുന്ന സംഘികളെ ഇപ്പോൾ പിടിച്ച് താഴെ ഇറക്കി കളയാം എന്നുള്ള മട്ടിലൊക്കെ തന്നെയാണല്ലോ ഒരുപാട് കാര്യങ്ങൾ അവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന് പറയുന്നത്. പക്ഷെ ഒരു ചുക്കുചുണ്ണാമ്പ് നടക്കത്തില്ല എന്നുള്ളത് മറ്റൊരു മറുവശം എന്ന് പറയുന്നത്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കോപ്രായങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ സംഘികൾക്ക് കൂടുതൽ തിരുവനന്തപുരത്ത് വളരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് വാസ്തവം എന്ന് പറയുന്നത്. സത്യസന്ധമായിട്ട് പറയാമല്ലോ, BJPക്ക് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത് 50 കൗൺസിലർമാരാണ് ഒറ്റയ്ക്കുള്ളത്. ഒരു കൗൺസിലറിന്റെ സപ്പോർട്ടോട് കൂടി തന്നെ ഭൂരിപക്ഷം തികച്ചുകൊണ്ട് അവിടെ ഭരിക്കുന്നു. അതിൽ സുഗതന്റെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇത്രയും നാൾ ഉണ്ടായിരുന്നത്. സുഗതന് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തതോടുകൂടി 50 തികഞ്ഞു. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ കമ്മികളും പ്രതീക്ഷിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സുഗതനെ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള കൗൺസിൽ യോഗങ്ങളിൽ വരാതിരുന്നു കഴിഞ്ഞാൽ സുഗതനെ പിടിച്ച് വീണ്ടും അയോഗ്യനാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പൊറാട്ട നാടകങ്ങൾ കാണിച്ച് വീണ്ടും നമുക്ക് അധികാരത്തിൽ എത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടാമെന്നുള്ള നാടകങ്ങൾ ഇപ്പോഴും ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ സത്യസന്ധമായിട്ട് പറയാമല്ലോ, ഇടതുപക്ഷവും വലതുപക്ഷവും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലോകോത്തര മണ്ടത്തരമാണെന്ന് മാത്രമേ പറയാവുള്ളൂ. കാരണം ഇവർ BJPക്ക് കൗൺസിലർമാരുടെ എണ്ണം അവിടെ കൂടാനായിട്ടുള്ള വഴിയാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇതിൽ ഈ പറയുന്ന BJPക്കോ VV രാജേഷിനോ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തെങ്കിലും ഒരു കുലുക്കം ഉണ്ടായതായിട്ട് ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ മാപ്രകൾക്കോ പറയാൻ സാധിക്കും? ഇല്ല. അവരിപ്പോഴും മാപ്രകൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും അത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ടുള്ള മറുപടിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് 5 കൊല്ലം അല്ല അവർ പറയുന്നത് എന്താണ് 2047 വരെയുള്ള കണക്ക് അവർ ഇപ്പോഴേ എഴുതി കൂട്ടി വെച്ചിരിക്കുകയാണ്. കാരണം അത്രത്തോളം അവർക്ക് ആത്മവിശ്വാസമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഭരണത്തിൽ കയറിയതിനു ശേഷം നടന്ന സംഭവ വികാസങ്ങളൊക്കെ തന്നെയും ഏറ്റവും കൂടുതൽ അവിടെ ഉപയോഗപ്രദമായി മാറിയത് സംഘികൾക്കാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അവിടെ തിരിച്ചടി ലഭിച്ചത് ആരൊക്കെയാണ്? അവിടെ കോക്കികൾക്കും കമ്മികൾക്കുമാണ് തിരിച്ചടി ലഭിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. പക്ഷേ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാനോ അതൊക്കെ തന്നെ എന്താ പറയുക മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനോ ആയിട്ടുള്ള ഒരു ബുദ്ധി ഇപ്പോഴും അവർക്കുണ്ടായിട്ടില്ല എന്നുള്ളത് പരമ കഷ്ടമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതിൽ VV രാജേഷിന്റെ ഒരു ഇന്റർവ്യൂ VV രാജേഷ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിൽ ചില പോയിന്റ്സ് ഉണ്ട്. ആ വീഡിയോ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിക്കാം, എന്നിട്ട് ബാക്കി പറയാം. എനിക്ക് നല്ല ആത്മവിശ്വാസത്തോട് പറയാൻ സാധിക്കും, സത്യപ്രതിജ്ഞ ചെയ്തതിനേക്കാൾ കൂടുതൽ കൗൺസിലർമാരുടെ പിന്തുണ കൂടിയിട്ടുണ്ട്, ജനങ്ങളുടെ പിന്തുണ വളരെ വലുതായിട്ട് കൂടിയിട്ടുണ്ട്. VV രാജേഷ് ഈ പറഞ്ഞ കാര്യങ്ങൾ അത് വെറുതെ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ BJPക്കുള്ള കൗൺസിലർമാരിൽ നിന്നും ഒരു വലിയ തോതിലുള്ള വർധനവ് BJPക്ക് സംഭവിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവർ ഈ 5 കൊല്ലം ഉണ്ടല്ലോ, ഈ 5 കൊല്ലം അവർ ഭരിക്കുമെന്ന കാര്യത്തിൽ അവർക്കെന്നല്ല ഒട്ടുമിക്ക ചിന്തിക്കാൻ കഴിവുള്ളവർക്കും ഒരു സംശയമില്ല. അവർ 5 കൊല്ലം സുഖകരമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുമെന്നുള്ള കാര്യം. അതുമാത്രമല്ല, അവർ ഈ ഭരണം കഴിയുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ അവർക്ക് ഭൂരിപക്ഷം ഇല്ലല്ലോ, 50 ആണല്ലോ അവരുടെ സീറ്റ് എണ്ണം എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നിന്നും അവർ 60 എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതായത് കുറഞ്ഞത് 60 സീറ്റിലെങ്കിലും എത്തുന്ന തരത്തിലോട്ട് അവർ ഈ 5 കൊല്ലത്തിനുള്ളിൽ അവർ എത്തുമെന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് ഇടതിൽ നിന്നും വലതിൽ നിന്നും ഒരു കൊഴിഞ്ഞു പോക്ക് നല്ല രീതിയിൽ സംഭവിക്കാനായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. അത് മേയറായിട്ടുള്ള VV രാജേഷിനും BJPക്കും വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. 50 നിന്നും അല്ലെങ്കിൽ 51 എന്ന ആ ഒരു ഭൂരിപക്ഷ സീറ്റിൽ നിന്നും BJP കോർപ്പറേഷൻ 60 എന്നുള്ള ആ ഒരു സംഖ്യയിലേക്ക് എത്തുമെന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് അധികം താമസിയാതെ തന്നെ നടക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. അതാണ് VV രാജേഷ് പറഞ്ഞൊരു കാര്യം. ഇപ്പോൾ ഒരു വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ ഉള്ള കൗൺസിലർമാരിൽ നിന്നും എണ്ണം വർദ്ധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് അത് വെറുതെ പറഞ്ഞതൊന്നുമല്ല. കാര്യങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ അങ്ങനെയാണ്. ജനങ്ങൾക്കിടയിൽ പോലും
കാര്യങ്ങൾ ഇപ്പോൾ BJPക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ പൊട്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും ഇനിയെങ്കിലും മാറി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നല്ലൊരു പ്രതിപക്ഷമായി നിങ്ങൾ അവിടെ നല്ല രീതിയിലുള്ള ഒരു ഇത് കാഴ്ചവെക്കൂ. അതല്ലാതെ BJP ഇപ്പോൾ താഴെ ഇറക്കി കളയാമെന്നൊക്കെ കാണിച്ച് കൂട്ടുന്ന ഒരു പൊറാട്ട് നാടകങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ നിങ്ങളോടുള്ള മതിപ്പാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക. ഇനിയെങ്കിലും അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുക. അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഇനിയും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ പരാജയമാണ് അതെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം വരും നാളിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള കൗൺസിലേഴ്സ് പോലും നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അത് നേരെ ചെന്നെത്തുന്നത് സംഘിക്കൂട്ടത്തിലേക്കാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്ക് ഇനിയും ഇല്ലെങ്കിൽ പിന്നെ ഉള്ളത് എല്ലാം അനുഭവിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം BJP സംബന്ധിച്ചോളം അവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതുവരെയും ഉണ്ടായിരിക്കുന്നത് ബോണസാണ്. ശരിക്കും പറഞ്ഞാൽ ബോണസാണ്. നിങ്ങൾ പ്രത്യേകിച്ച് നിലവിൽ കമ്മിയും കൊങ്ങിയും കൂടെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് വലിയ ബോണസാണ് അവർക്ക് ഇപ്പോൾ പണിയെടുക്കാതെ തന്നെ കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സുഗതൻ്റെ ഈ വിഷയത്തിൽ പോലും നിങ്ങൾ സുഗതൻ ജയിലിലായതിനു ശേഷം പോലും BJPക്ക് കോർപ്പറേഷനിൽ ഉണ്ടായിരിക്കുന്ന ഒരു മൈലേജ്, ഒരു ഇമേജ് എന്ന് പറയുന്നത് അത് ഇടിഞ്ഞിട്ടില്ല, അത് വർദ്ധിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അത് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട അനിവാര്യം തന്നെയാണ്. കാരണം ജനങ്ങൾക്കിടയിൽ നിലവിൽ കോർപ്പറേഷനിൽ LDFനോ UDFനോ അല്ല മതിപ്പ് കൂടിയിരിക്കുന്നത് BJPക്കാണ്, മേയർ VV രാജേഷിനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി നല്ലൊരു പ്രതിപക്ഷമായിട്ട് മുന്നേറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാം. അല്ലാതെ ഇവരെ എങ്ങനെയും താഴ്ത്തിക്കെട്ടണം, എങ്ങനെയും ഇവർക്കെതിരെ പ്രവർത്തിക്കണം, എങ്ങനെയും ഈ പറയുന്ന തോതിൽ എന്ത് ഉടായ്പ കാണിച്ചെങ്കിലും ഇവരെ പുറത്താക്കണം എന്നുള്ള മട്ടിലാണ് നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും പെടാൻ പോകുന്നത് നിങ്ങൾ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഇപ്പോൾ കയ്യിലുള്ള 29 കൗൺസിലർമാരല്ലേ LDFിലുള്ളത്, 20 കൗൺസിലർമാരല്ലേ UDFിലുള്ളത്. ഇത് പലരും മറുകണ്ഠം ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി BJP കൗൺസിലർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന തരത്തിലോട്ട് LDFും UDFും മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ BJP ഇനി അധികം വൈകാതെ തന്നെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ എത്തുന്ന തരത്തിലോട്ട് ഭരണം കൈവരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ഭരണത്തിൽ നിന്ന് എങ്ങനെ താഴെ ഇറക്കാനല്ലേ നിങ്ങൾ നോക്കുന്നത്. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് നേരെ മറിച്ചായിരിക്കും എന്നുള്ളത് ചിന്തിക്കാനായിട്ടുള്ള ബോധം ആദ്യം കാണിക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഏറ്റവും വലിയ തോതിൽ സ്വയം കുഴിച്ച് ആ കുഴിയിലേക്ക് വീഴുന്ന തരത്തിലോട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും മാറുന്ന തരത്തിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരും നാളിൽ കാണേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്.